ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, കോടീശ്വരനായ ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾ ധരിക്ക്. കോടീശ്വരനാണ്, പക്ഷെ അയാൾക്ക് ഒരൊറ്റ പെൺകുട്ടി മാത്രമേ ജനിച്ചിട്ടുള്ളൂ. ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിയുടെ വിവാഹമെടുത്താൽ ആ വിവാഹത്തിന് അങ്കഹത്തുക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു എന്ന് പറയാനുള്ള അധികാരം നിസ്കരിക്കാത്ത മനുഷ്യനില്ലേ? ഇല്ല. സ്വന്തം മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരമില്ല. ഇസ്ലാമിന്റെ കോടതിയും ജഡ്ജിയും ഭരണവുമുള്ള രാജ്യത്താണെങ്കിൽ അത് കോടതി കൈകാര്യം ചെയ്യേണ്ടതാണ്, ഖാദി കൈകാര്യം ചെയ്യേണ്ടതാണ്. നിസ്കരിക്കാത്തവന് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കാൻ അധികാരമില്ല. ഇനിയും ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, അതാ നിങ്ങൾ നോക്കൂ, ഒരു പന്നിയെ നമ്മൾ കണ്ടു. പന്നി എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ക്ലീനിങ് നടത്തുന്ന ഒരു ജീവിയാണ്. എത്രയെത്ര അവശിഷ്ടങ്ങളാണ് കുറ്റ്യാടി ടൗണിൽ നിന്ന് പന്നിക്ക് കൊടുക്കാൻ വേണ്ടി പലരും എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് എത്ര മാലിന്യമാണ് നമുക്ക് ഒഴിവായി കിട്ടുന്നത്. അപ്പൊ ക്ലീനിങ്ങിന് വേണ്ടി അള്ള പഠിച്ചൊരു ജീവിയാണത്. എല്ലാ ജീവിയും നമുക്ക് സാപ്പാടാനല്ല. ചിലർക്ക് അങ്ങനെ ഒരു ധാരണ, എല്ലാം തിന്നണം. പന്നി നമുക്ക് തിന്നാനുള്ളതല്ല, നായ നമുക്ക് തിന്നാനുള്ളതല്ല. അത് അല്ലാഹു നമുക്ക് പഠിച്ചത് ക്ലീനിങ്ങിന് വേണ്ടിയാണ്. ഓരോന്നിനും ഓരോ ഡ്യൂട്ടിയാണ്. അതേ സമയത്ത് മനുഷ്യന്റെ ഡ്യൂട്ടി എന്താണ്? മനുഷ്യന്റെ ഡ്യൂട്ടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ് മനുഷ്യനെ പഠിച്ചത്. ഇവിടെ നിസ്കരിക്കാത്ത മനുഷ്യൻ ഇവിടെ ജീവിക്കേണ്ടതില്ല. വെറുതല്ല ഷാഫി ഇമാം പറഞ്ഞത്. മനുഷ്യന് ഇബാദത്ത്, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ് അല്ലാഹു തആല മനുഷ്യനെ പഠിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് 5 നേരത്തെ നിസ്കാരമാണ്. അത് നിസ്കരിക്കാത്തവൻ ഇവിടെ ജീവിക്കണ്ട. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തീരുമാനം പറയാണ്, ഫത്ഹുൽ തീരുമാനം പറയാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഒരു നായന്റെ വില പോലും, ഒരു പന്നിന്റെ വില പോലും ഇസ്ലാം നിസ്കരിക്കാത്തവന് കൊടുക്കുന്നില്ല. നിസ്കരിക്കാത്ത മനുഷ്യനെ സ്നേഹിച്ചുകൂടാ. ഒന്നുകൂടി പറയട്ടെ, നിസ്കരിക്കാത്തവന്റെ സലാം മടക്കേണ്ടതില്ല. നിസ്കരിക്കാത്തവൻ വന്ന് സലാം പറഞ്ഞാൽ സലാം മടക്കേണ്ടതില്ല. അവനോട് സലാം പറയേണ്ടതില്ല. നിസ്കരിക്കാത്ത മനുഷ്യൻ ഇസ്ലാമിൽ ഒരു വിലയുമില്ല. അവന്റെ സലാം മടക്കേണ്ടതില്ല, സലാം പറയേണ്ടതില്ല. ഞാനിത് തോന്നിവാസം പറയുകയല്ല, ഇസ്ലാമിന്റെ നിയമമാണ് പറയുന്നത്. എത്രയോ നൂറുകണക്കിന് എന്നെക്കാൾ വിവരമുള്ള പണ്ഡിതന്മാർ ഈ സ്റ്റേജിലുണ്ട്. നിങ്ങൾ മുത്തലിബ് ഉസ്താദിനോട് ചോദിച്ചോളൂ, വേറെ അലിമീങ്ങളോട് ചോദിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ലോകത്തെവിടെയെങ്കിലും വിളിച്ച് ചോദിച്ചോളൂ. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബ് പഠിപ്പിക്കുന്ന നിയമമല്ലേ? നിസ്കരിക്കാത്തവൻ ഫാസിഖല്ലേ? അവനുണ്ടോ സലാം പറയൽ സുന്നത്തില്ല? അവൻ പറഞ്ഞാൽ മടക്കേണ്ടതുണ്ടോ? മടക്കേണ്ടതില്ല. നിസ്കരിക്കാത്തവന്റെ സ്ഥിതി നിങ്ങൾ അറിയോ? പോരാ.